നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് മിഡ് പോയിന്റ് പ്രോബ്ലമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എം ലൊക്കേറ്റ് ചെയ്യുക. എം എത്രയാണ്? 45 above HP, 45 above HP, then 50 in front of VP. So നമുക്ക് 45 ഡിസ്റ്റൻസ് മാറിയിട്ട് എം ഡാഷും 50 ഡിസ്റ്റൻസ് മാറിയിട്ട് എമ്മും ലൊക്കേറ്റ് ചെയ്യും. സോ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് 50 ആണ്, 100 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി എയിൽ നിന്ന് 50 ആയിരിക്കും മിഡ് പോയിന്റിലേക്ക്. അതോടൊപ്പം തന്നെ ബിയിൽ നിന്നും 50 ആയിരിക്കും മിഡ് പോയിന്റിലേക്ക്. അപ്പൊ ഞാൻ ഈ 100 ആണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 2 അതായിരിക്കും ടോപ്പ് വ്യൂ നിന്ന് മിഡ് പോയിന്റിലേക്ക്. 90 ആണെങ്കിൽ 90 ഡിവൈഡഡ് ബൈ 2 ഇത് ടോപ്പ് വ്യൂവിന്റെ കേസിൽ, ഇത് ഫ്രണ്ട് വ്യൂവിന്റെ കേസിൽ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? 100 divided by 2 50, 100 divided by 2 50 എടുത്തിട്ട് എനിക്ക് അറിയാം എന്തിന്റെ ലോക്കസ്, എന്റെ ലോക്കസ് എന്ന് പറയുന്നത് 50 ഫ്രണ്ട് ഓഫ്, 20 ഫ്രണ്ട് ഓഫ് ആണ്. എന്റെ ലോക്കസ് എന്ന് പറയുന്നത് 20 ഫ്രണ്ട് ഓഫ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ലോക്കസ് വരച്ചിട്ട് അതിലേക്ക് ടോപ്പ് വ്യൂവിന്റെ ഹാഫ് എടുത്ത് കട്ട് ചെയ്തു. സോ ടോപ്പ് വ്യൂവിന്റെ ഹാഫ് എടുത്ത് കട്ട് ചെയ്താൽ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ എ ആയിരിക്കും. 50 എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ 50 എടുത്ത് ബാക്കിയുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എ ബി കിട്ടി. കണ്ടോ? അപ്പൊ ഇനി എ എന്താണ്? ഇതാണ് ഇതിന്റെ ലോക്കസ്, ഇതായിരിക്കും ബിന്റെ ലോക്കസ് അല്ല, പാരലൽസ്. ഇനി നമുക്കറിയാം ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്രയാണ്? ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് 90 ആണ്. അപ്പൊ 90 by 2 45 എടുത്തിട്ട് എം സെന്റർ ആക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പം ഇവിടെ ഇത് 45 ആയിരിക്കും, ഇതും 45 ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി. അപ്പൊ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി. ഇനി സാധാരണ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാം, തീറ്റ കണ്ടുപിടിക്കാം, ഫൈ കണ്ടുപിടിക്കാം. സോ അതിനുവേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എടുത്ത് പാരലാക്കി ഇടുക. ഫ്രണ്ട് വ്യൂവിനെ പാരലൽ ടു XY ലൈൻ ആക്കുക. ഈ ലോക്കസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് എന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കും. ഇത് ട്രൂ ലെങ്ത് ആയിരിക്കും, ഇത് ഫൈ ആയിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കും. വൺസ് ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോക്കസിലേക്ക് ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുക. ഇതായിരിക്കും നിങ്ങളുടെ ഫൈ. അപ്പോ സാധാരണ എ എങ്ങനെയാണോ ട്രീറ്റ് നിങ്ങൾ ചെയ്തത് അതുപോലെ നിങ്ങൾ എമ്മിനെ ട്രീറ്റ് ചെയ്യുക, എം ഡാഷും എമ്മിനെയും. അപ്പൊ പകുതി ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട്. അത്രയേ ഉള്ളൂ മിഡ് പോയിന്റ് പ്രോബ്ലത്തിലുള്ള വ്യത്യാസം.